Hello friends, welcome back to our channel sptechvlogs. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബയോമെട്രിക്സ് മെഷീൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ essl എന്നൊരു ബ്രാൻഡിൻ്റെ identix k90 Pro എന്നറിയപ്പെടുന്ന ബയോമെട്രിക്സ് പ്ലസ് ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോർ തുറക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെഷീൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അവരുടെ സോഫ്റ്റ്വെയർസിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ ബയോമെട്രിക്സിനെ കുറിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്താണ് ബയോമെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു ബയോമെട്രിക്സ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു അൺബോക്സിങ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ essl എന്നൊരു ബ്രാൻഡിൻ്റെ identix എന്നൊരു ബയോമെട്രിക്സ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മോഡൽ നമ്പർ കാണാൻ പറ്റും. k90 Pro എന്ന് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ബയോമെട്രിക്സ് അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ ഫോർ എവരി ഓഫീസ് എന്നൊരു ഓപ്ഷൻ, അതായത് അറ്റൻഡൻസും ബയോമെട്രിക്സും ആക്സസ് കൺട്രോളും ഉണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശത്ത് നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ മോഡ്യൂൾ, അതായത് ആ മൗണ്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു റിപ്പോർട്ട്, അതായത് നമ്മൾ അറ്റൻഡൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിവിടെ ആദ്യം മെഷീൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോമെട്രിക്സ് മെഷീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോമെട്രിക്സ് മെഷീൻ. അപ്പോൾ ഇവിടെ സ്കാനറിൻ്റെ സ്റ്റിക്കറുണ്ട്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിക്സ് എന്നൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശത്ത് നമുക്ക് ആ സ്റ്റാൻഡ് മൗണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മൗണ്ട് നമുക്ക് വാളിൽ ഭിത്തിയിലോട്ട് പിടിപ്പിക്കാനുള്ള മൗണ്ട് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് ആ DC അഡാപ്റ്റർ, നമ്മുടെ ചാർജിങ് പോർട്ട് കൊടുക്കാനുള്ള DC അഡാപ്റ്റർ കൊടുക്കാനുള്ള പോർട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഇതർനെറ്റ് പോർട്ട്, നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇതർനെറ്റ് പോർട്ടും. ദെൻ ഇത് നമ്മുടെ ആക്സസ് കൺട്രോളിന് ഉപയോഗിക്കുന്ന ആ പിന്നുകൾ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ്. ദെൻ ഈ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മെഷീൻ സൈഡിലോട്ട് വയ്ക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്ക് ആ ആക്സസ് കൺട്രോളിനെ യൂസ് ചെയ്യുന്ന കുറച്ച് വയേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓടൊപ്പം തന്നെ സ്ക്രൂസും ഗ്രിപ്പുകളും തന്നിട്ടുണ്ട് സ്ക്രൂ ചെയ്യാനുള്ള. ഇനി നമ്മുടെ DC അഡാപ്റ്റർ, നമുക്ക് 12 വോൾട്ട് 1.5 ആംപിയർ ആണ് ഈ ഒരു അഡാപ്റ്ററിൽ വന്നിരിക്കുന്നത്. കൂടുതൽ വോൾട്ടേജ് ഒന്നുമില്ല. ആകെ നമുക്ക് 12 വോൾട്ടിൽ 1.5 ആംപിയറിലാണ് ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ RFID കാർഡ്, അതായത് നമ്മുടെ ആക്സസിന് യൂസ് ചെയ്യുന്ന കാർഡ്, നമുക്ക് ഇപ്പോൾ ഫിംഗർ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു കാർഡ്, RFID കാർഡ് നമുക്ക് വരുന്നുണ്ട്. ഇതിനോടൊപ്പം ഒരു കാർഡ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10-20 ലേബേഴ്സൊക്കെ ഉള്ളൊരു ഓഫീസാണ്, അല്ലെങ്കിൽ സ്റ്റാഫുകളുള്ളൊരു ഓഫീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസ് പവർ ഓൺ ചെയ്യാനായിട്ട് ഈ ഡിവൈസിൻ്റെ പുറകുവശത്ത് നമുക്കൊരു DC അഡാപ്റ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ DC പിന്ന് ഈ അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്യാനേ. ദെൻ നമ്മുടെ ഈ ഒരു DC വോൾട്ടേജിൻ്റെ ഈ ഒരു അഡാപ്റ്റർ നേരെ നമ്മുടെ AC വോൾട്ടേജ് 230 നമ്മൾ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് സ്വിച്ച് ഇടുക. അതിനുശേഷം ഇവിടെ നമുക്ക് തൊട്ടടുത്ത് താഴെയായിട്ട് ഇവിടെ ഒരു പവർ സ്വിച്ചിൻ്റെ ഓപ്ഷൻ കാണാം. അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലിനക്സ് സെക്യൂരിറ്റി ഫോർ യുവർ ലൈഫ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലിനക്സ് സെർവറിൽ അല്ലെങ്കിൽ ലിനക്സ് OSൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അവിടെ ഒരു നമുക്കൊരു ഗ്രീൻ കളർ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ ഇപ്പോൾ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെക്ക് ഇൻ എന്നൊരു ഓപ്ഷനായിട്ട് വന്നേക്കുന്നത്, അതായത് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ്. കാരണം ഇതിനകത്ത് നമ്മുടെ ഫിംഗർ ഇപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പുതിയൊരു ഡിവൈസ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ മെനുവിനകത്ത് കയറി നമ്മുടെ ഫിംഗർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യം മെനു ബാർ ഓക്കെ, എം ബാർ ഓക്കെ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ഞെക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് മെയിൻ മെനു പോകും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്ത് യാതൊരു അക്കൗണ്ടുകളും ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് മെയിൻ മെനു കയറിപ്പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കുറേ ഓപ്ഷൻസ് കാണാം. യൂസർ മാനേജ്മെൻറ്റ്, അതേപോലെ യൂസർ റോള്, കമ്മ്യൂണിറ്റിവിറ്റി സിസ്റ്റം, പേഴ്സണലൈസ് ഡാറ്റ മാനേജ്മെൻറ്റ്, ആക്സസ് കൺട്രോൾ, USB മാനേജർ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം വന്നേക്കുന്നത് യൂസർ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ യൂസർ മാനേജ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ്, ഓപ്പൺ ചെയ്യാം. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ന്യൂ യൂസർ എന്നൊരു ഓപ്ഷനകത്താണ്. അപ്പോൾ അവിടെ ന്യൂ യൂസറിൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ യൂസർ ID ഓൾറെഡി അവിടെ 1 കിടപ്പുണ്ട്. ദെൻ അതിന് നമുക്ക് നെയിം കൊടുക്കണം. ഇപ്പം ഞാൻ തൽക്കാലം ABC എന്ന് കൊടുക്കുന്ന ഒരു പേരും, അപ്പോൾ നമ്മളിപ്പോൾ ABC എന്ന് പേര് കൊടുത്തു. അത് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പേര് നെയിം ABC എന്ന് വന്നു. ദെൻ അതേപോലെ യൂസർ റോൾ തന്നിട്ടുണ്ട്. യൂസർ റോൾ ഇപ്പോൾ ഞാനിവിടെ നോർമൽ യൂസറായിട്ടാണ്, അഡ്മിനായിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ നോർമൽ യൂസറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഓക്കെ കൊടുത്തു. ദെൻ ഫിംഗർ പ്രിൻറ്റ് 0 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിംഗർ നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ 3 കോളവും ഫുള്ളാവുന്നവരെ കൊടുക്കുക. പിന്നെ ബാഡ്ജ് നമ്പർ, അതായത് നമുക്ക് RFA കാർഡൊക്കെ ഉണ്ടെങ്കിൽ ആ കാർഡിന് നമ്പർ അടിച്ചു കൊടുക്കാം, പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാഡ്ജ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ചെയ്തിട്ട് നമ്മുടെ ആ കാർഡ്, നമ്മൾ ഈ മെഷീൻ്റെ കൂടെ കിട്ടിയ കാർഡ് നിന്ന് ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ബാഡ്ജിൻ്റെ ആ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റീഡായി. ഇതിനകത്ത് പുറത്ത് നമുക്കൊന്നും കാർഡ് കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ആ ഒരു സ്കാനർ വഴിയാണ് ഇതാവുന്നത്. അപ്പോൾ ബാഡ്ജ് നമ്പർ വന്നിട്ട് ഇവിടെ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യൂസറിന് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പാസ്വേഡൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കൊടുക്കുവാണ്. ഇത്രയും കൊടുത്ത് നമ്മൾ ആ അക്കൗണ്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫിംഗർ വെച്ച് ആ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഫിംഗർ ഇപ്പോൾ റെഡിയായി. യൂസർ ID 1, പേര് ABC എന്ന് വന്നു. അതേപോലെ തന്നെ നമ്മൾ കാർഡും വെച്ച് ആക്സസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഫിംഗറും അതേപോലെ കാർഡും ആ ഒരു ABC എന്നുള്ള പേരിൽ രജിസ്റ്ററായി. അപ്പോൾ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ മെനുവിനകത്ത് കയറുവാണ്. ഇപ്പോഴും നമ്മൾ അഡ്മിനായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് വേറൊരാൾക്ക് ഇതിനകത്ത് ഒരു യൂസർക്ക് മെയിൻ മെനുവിനകത്ത് കയറാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എത്ര ഓൾ യൂസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര യൂസർ ഇതിനകത്ത് ഈ ഒരു മെഷീനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഓൾ യൂസേഴ്സ് കൊടുക്കാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഡിസ്പ്ലേ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് കാണണോ, മിക്സ്ഡ് ആയിട്ട് കാണണോ, സിംഗിൾ ലൈനിൽ കാണാൻ പേരുകളെല്ലാം കാണണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദെൻ യൂസർ റോൾ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഓരോരുത്തരെ ആഡ് ചെയ്യുമ്പോൾ അവർ എന്ത് ഡെസ്റ്റിനേഷനിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ കമ്മ്യൂണിറ്റിവിറ്റിയിൽ നമുക്ക് ഇതേപോലെ IP അഡ്രസ്സും സെറ്റ് ചെയ്യാനും, ഈ ഒരു മെഷീൻ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാനും, അതേപോലെ നമ്മുടെ PC കണക്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ലൈസൻസിൻ്റെ കോഡും ഇവിടെയൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ സിസ്റ്റത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ ഡേറ്റും ടൈമും, അതേപോലെ ഫിംഗർ പ്രിൻറ്റ് റീസെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, USB-യുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുക, അറ്റൻഡൻസ് കാണാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിനകത്താണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ പേഴ്സണലൈസ് എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വോയിസിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ബെൽ ഷെഡ്യൂളിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു സൗണ്ട് വരുന്ന, നോയ്സ് വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ ഷോർട്ട് കട്ടായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡാറ്റ മാനേജ്മെൻറ്റിനകത്ത് ഇതിനകത്ത് നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യാനോ റീസ്റ്റോർ ചെയ്യാനോ ബാക്കപ്പ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ദെൻ ആക്സസ് കൺട്രോളിനകത്ത് നമ്മൾ പറഞ്ഞു, അതായത് ഡോറ് തുറക്കണം എന്നുണ്ടെങ്കിൽ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് ഡിലേ ആയിട്ട് ഇത് തുറക്കണം. അത് മീൻസ് നമ്മളിപ്പോൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും അടയ്ക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 10 seconds ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതേപോലെ USB മാനേജർ, അതായത് നമുക്ക് പെൻഡ്രൈവ് വഴി ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീനകത്തും. അതേപോലെ ഇവിടെ USB-യുടെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു USB വഴി നമുക്ക് ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിന് താഴെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിവിടെ ഓട്ടോസ് ടെസ്റ്റ്, അതായത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർഡൊക്കെ ആയിക്കോട്ടെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഓട്ടോ ടെസ്റ്റ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഓരോരുത്തരുടെ വർക്ക് കോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്കൊക്കെ എന്തൊക്കെ പൊസിഷനിലാണ് ഈ ഒരു മെഷീനകത്ത് ആഡ് ചെയ്യുന്നത്. ദെൻ ഷോർട്ട് മെസ്സേജ്, അതായത് ഇപ്പോൾ ആർക്കെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും വന്നു വെച്ചാൽ ആ ഒരു മെഷീനകത്തുള്ള യൂസറാണെന്നുണ്ടെങ്കിൽ ആൾ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ആൾക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ അറ്റൻഡൻസ്, അതായത് ഒരാളുടെ ID നമ്പർ അടിച്ചിട്ട് ആളുടെ ഡീറ്റെയിൽസ്, അതായത് ആൾ എപ്പോഴൊക്കെ പഞ്ചായത്തുണ്ടോ എന്ന ഡീറ്റെയിൽസ് കാണാനായിട്ട് ഈ ഒരു അറ്റൻഡൻസ് എന്നൊരു ഓപ്ഷനകത്ത് നമുക്ക് പോകാൻ പറ്റും. ദെൻ സിസ്റ്റം ഇൻഫർമേഷൻ, ഈ ഒരു സിസ്റ്റം ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷനകത്താണ് ഈ മെഷീനകത്ത് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര പേരെ ആഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇതിന് സ്റ്റോറേജ് ഉണ്ട്, എത്ര ലോഗ് മീൻസ് എത്ര തവണ പഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ദെൻ ഡിവൈസ് ഇൻഫർമേഷൻ, അതായത് ഇതിൻ്റെ സീരിയൽ നമ്പറും അതേപോലെ സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ദെൻ നമ്മുടെ ഈ പറഞ്ഞ ലിനക്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ വേർഷനും അതേപോലെ തന്നെ
അതിൻ്റെ ഡിവൈസ് വേർഷൻ, അതിൻ്റെ പുഷ് വേർഷൻ, പുഷ് സർവീസ്, ബയോ സർവീസ്, അങ്ങനെ കുറച്ച് വേർഷൻസുകൾ, അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻസുകളും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഈ ഒരു ബയോമെട്രിക്സ് മെഷീൻ അത് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ദെൻ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ആൽഫബറ്റ്സും അതേപോലെ ന്യൂമറിക്സ് ആണ് നമുക്ക് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. അതേപോലെ കുറച്ച് നാവിഗേഷൻ കീസും വന്നിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും, പിന്നെ നമുക്കൊരു സ്പീക്കറും ഒരു LCD ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ ആ ഡോർ ആക്സസിൻ്റെ ആ പിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇഥർനെറ്റും DC പിന്നും ഇത്രയും ഓപ്ഷൻസും, പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് കണക്ട് ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഈ ഒരു ഹോൾഡർ കണക്ട് ചെയ്യാൻ ഭിത്തിയിൽ പിടിപ്പിക്കാനുള്ള ഹോൾഡർ കണക്ട് ചെയ്യാനുള്ള ഒരു 2 സോക്കറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയാണ് ഒരു മെഷീനകത്ത് നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ essl എന്നൊരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിക്സ് എന്നൊരു ഈ ഒരു ബയോമെട്രിക്സ് മെഷീൻ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ ഓഫീസിനോ അടുത്തോ ഉള്ള ഡീലർ മുഖേനയോ അല്ലെങ്കിൽ essl ബ്രാൻഡിൻ്റെ സർവീസ് സെൻറ്റർ മുഖേനയോ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ വെബ്സൈറ്റ്, അതായത് essl എന്നൊരു ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഓൺലൈൻ പർച്ചേസുകൾ നടത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് തരുന്നതായിരിക്കില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ എന്നിങ്ങനെ ഓൺലൈൻ സൈറ്റുകൾ മുഖേന നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ കസ്റ്റമർ സപ്പോർട്ട് തരത്തില്ല. ഇത് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് ഡാറ്റാസ്, അതായത് ബയോമെട്രിക്സ് മെഷീനിലെ പഞ്ചിങ് ഡാറ്റാസ് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് ലൈസൻസ്, സോഫ്റ്റ്വെയറിൽ ലൈസൻസ് കീയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലൈസൻസ് കീ നമ്മുടെ ഈ പറഞ്ഞ ഡീലർ മുഖേനയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ സർവീസ് സെൻറ്റർ മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മുഖേനയാണ് ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അത്തരം സർവീസുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഐഡൻറ്റിക്സ് K90 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു മെഷീൻ്റെ സോഫ്റ്റ്വെയറിൽ വരുന്ന സെറ്റപ്പുകളും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും ആ ഒരു ആക്ടിവേഷൻ കീ കൊടുക്കുന്ന എല്ലാം, ലൈസൻസ് കീ കൊടുക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഔട്ട് SP.